ഇത് ഷെർലക് ഹോംസ് സീരീസിലെ രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് 2009 റിലീസായിരുന്നു. ഈ കഥ കേൾക്കുന്നതിന് മുൻപ് പറ്റുമെങ്കിൽ അതൊന്ന് കേട്ടിട്ട് വരിക. അതിന്റെ എക്സ്പ്ലനേഷനും ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ കഥ തുടങ്ങുമ്പോൾ ഷെർലക്കിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ഡോക്ടർ വാട്സൺ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെയാണ്: 1891 വർഷത്തിൽ ഒരു ബോംബിങ്ങിന്റെ ഫലമായി ഫ്രാൻസും ജർമ്മനിയും പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുകയാണ്. ചിലർ പറഞ്ഞു അത് ചെയ്തത് ദേശീയവാദികളാണെന്ന്, മറ്റു ചിലർ പറഞ്ഞു വിപ്ലവകാരികളാണെന്ന്. പക്ഷേ എന്റെ സുഹൃത്ത് ഷെർലക് ഇതിന്റെ എല്ലാം സത്യം എന്താണെന്ന് ഓൾറെഡി കണ്ടെത്തിയിരുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് സ്ട്രസ്ബർഗിൽ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചു. കുറച്ചധികം മനുഷ്യർ തൽക്ഷണം മരിച്ചു. അടുത്ത ദിവസത്തെ പത്രത്തിന്റെ ഹെഡ്ലൈൻ അതായിരുന്നു. ആ ഹെഡ്ലൈൻ വായിച്ച് പത്രം വിറ്റുകൊണ്ടിരുന്ന പത്രക്കാരന്റെ മുന്നിലൂടെ ഒരു ബോക്സുമായി ഒരു ലേഡി നടന്നു വരുന്നു. അത് വേറെ ആരുമല്ല, ഐറിൻ മുന്നിലേക്ക് പോയപ്പോൾ ഒരു ചൈനീസ് ലുക്കുള്ള ഒരു മനുഷ്യൻ അവളെ പിന്തുടർന്ന് അവളുടെ കയ്യിലെ ബോക്സ് തട്ടിയെടുക്കും. ആ മനുഷ്യൻ വേറെ ആരുമല്ല, ഈ കഥയിലെ നായകൻ ഷെർലക് ഹോംസ് ആണ്. അവർ രണ്ടുപേരും മുന്നോട്ട് നടന്നു. പോകുന്ന വഴിക്ക് ഷെർലക് പറഞ്ഞു, ഐറിൻ, നീ ശ്രദ്ധിച്ചോന്നറിയില്ല, നിന്നെ 3 പേർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അവർ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയിരുന്നു. ഐറിൻ പറഞ്ഞു, അവർ എന്നെ ഫോളോ ചെയ്യുന്നതല്ല, അവർ എന്റെ ഒപ്പം വരുന്നതാണ്. മാത്രമല്ല അവർ 4 പേരുണ്ട്. അപ്പോഴേക്കും കുറച്ചധികം പൊക്കവും വണ്ണവുമുള്ള ഒരു മനുഷ്യൻ അവരുടെ മുന്നിലേക്ക് വന്ന് നിൽക്കും. ഐറിൻ ഷെർലക് തട്ടിയെടുത്ത ബോക്സ് തിരികെ വാങ്ങിയിട്ട് അവിടെ നിന്ന് പോകും. പിന്നെ ഷെർലക്കും ആ വന്ന 4 പേരും തമ്മിൽ പൊരിഞ്ഞടി. എല്ലാ സിമ്പന്തികളെയും അടിച്ച് സൈഡിലാക്കിയിട്ട് ഷെർലക് ഐറിന്റെ പിന്നാലെ ചെല്ലും. ഐറിൻ ചെന്ന് കയറുന്നത് ഒരു ഓപ്ഷൻ സെന്ററിലേക്കാണ്. ഇതാണ് ഡോക്ടർ ഹൂഫ്മാൻ സ്റ്റാൾ. ഐറിൻ ഹൂഫ്മാനെ കാണാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഐറിൻ കൊണ്ടുവന്ന ബോക്സ് ഡോക്ടർ ഹൂഫ്മാന് കൊടുത്തിട്ട് പറഞ്ഞു, ഡോക്ടർ, ഇതാണ് നിങ്ങൾ ചോദിച്ച പണം. ഡോക്ടർ തിരിച്ചൊരു ലെറ്റർ ഐറിന് കൊടുക്കും. എന്നിട്ട് തുടർന്നു, ഈ ലെറ്റർ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഏൽപ്പിക്കണം. ഒരുപക്ഷെ അദ്ദേഹം ഇത് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. അദ്ദേഹം എന്ന് സംബോധന ചെയ്തത് ആരെയാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകില്ല. ഇച്ചിരിയുടെ മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. ഐറിൻ ആ ലെറ്റർ ഡോക്ടറുടെ കയ്യിൽ നിന്നും വാങ്ങി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അദ്ദേഹത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒരുപക്ഷെ നീയും കണ്ടിട്ടുണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ബോക്സിലെ പണം ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം നിനക്ക് പോകാം. ഇത്രയും പറഞ്ഞ ശേഷം ഡോക്ടർ ഹൂഫ്മാൻ ആ ബോക്സ് ഓപ്പൺ ആക്കാൻ ശ്രമിക്കും. അതൊരു ബോംബായിരുന്നു. എലിയെ പിടിക്കാൻ വെച്ചിരിക്കുന്ന ട്രാപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് പോലെ ബോക്സ് പൂർണ്ണമായി ഓപ്പൺ ആക്കുമ്പോൾ ഒരു ചെറിയ മെറ്റൽ റോഡ് വന്ന് അടിച്ച് പൊട്ടുന്ന രീതിക്കായിരുന്നു ആ ബോംബ് ഡിസൈൻ ചെയ്തിരുന്നത്. പക്ഷേ ഷെർലക് ഒരു ഓപ്ഷൻ ടോക്കൺ എറിഞ്ഞ് ആ ചെറിയ മെറ്റൽ റോഡ് ബോംബിൽ തട്ടാത്ത രീതിക്കാക്കും. അതുകൊണ്ട് ബോംബ് പൊട്ടില്ല. ഷെർലക് ഹൂഫ്മാനോട് പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായില്ലേ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പണമല്ല, നിങ്ങളെ കൊല്ലാനുള്ള ബോംബാണ് എന്ന് പറഞ്ഞിട്ട് ഷെർലക് ലെറ്റർ തട്ടിയെടുക്കും. ഇത് കേട്ട ഡോക്ടർ ആ ബോക്സിന്റെ കവർ മുഴുവനായിട്ട് മാറ്റും. അത് കാരണം ബോംബ് വീണ്ടും ആക്ടിവേറ്റ് ആവും. ബോംബ് ആക്ടിവേറ്റ് ആയെന്ന് മനസ്സിലാക്കിയ ഷെർലക് ഒരു സ്മോക്കിംഗ് പൈപ്പ് തട്ടി അടുത്തുള്ള കർട്ടനിലേക്ക് ഇടും. ഉടൻ തന്നെ ആ കർട്ടൻ തീ പിടിക്കും. തീ കണ്ട് അവിടെ ഇരുന്ന എല്ലാവരും പുറത്തേക്ക് ഓടും. എല്ലാവരും പുറത്തു പോയെന്ന് മനസ്സിലാക്കിയ ഷെർലക് ഡോക്ടറുടെ കയ്യിൽ നിന്നും ബോംബിന്റെ ബോക്സ് വാങ്ങി അവിടെ ഓപ്ഷന് വെച്ചിരുന്ന ഒരു ഈജിപ്ഷ്യൻ മമ്മിയുടെ പെട്ടിക്കുള്ളിലേക്കിട്ട് പെട്ടി അടയ്ക്കും. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ ബോംബ് പൊട്ടും. പക്ഷേ ആർക്കും ഒരു ആപത്തും ഉണ്ടാകില്ല. ഈ സമയം കൊണ്ട് ഡോക്ടർ ഷെർലക് കാണാതെ പുറത്തേക്ക് ഇറങ്ങും. ഷെർലക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഡോക്ടർ ഹൂഫ്മാൻ അവിടെയില്ല. ഷെർലക് ഓപ്ഷൻ ഹൗസിന് പുറത്തേക്ക് വരും. അപ്പോൾ ഷെർലക്കിനെ നോക്കി നിഷ്കളങ്ക ഭാവത്തിൽ ഒരു മനുഷ്യൻ. ഇയാളുടെ പേരാണ് സെബാസ്റ്റ്യൻ. ഷെർലക് കുറച്ചുകൂടെ മുന്നിലേക്ക് പോയപ്പോൾ ഡോക്ടർ ഹൂഫ്മാൻ ഒരു ചുവരിൽ ചാരി നിൽക്കുന്നു. അടുത്തു പോയി പരിശോധിച്ചപ്പോൾ ഷെർലക്കിന് മനസ്സിലായി അദ്ദേഹത്തിന് ജീവനില്ല. ഹൂഫ്മാനെ ആരോ കൊന്നതാണ്. ഹൂഫ്മാന്റെ ദേഹത്ത് നിന്നും ഒരു സൂചി ഷെർലക്കിന് കിട്ടും. ആ സൂചി എടുത്ത് ബാഗിലിട്ട ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ സെബാസ്റ്റ്യൻ അവിടെയില്ല. ഐറിൻ ആ ഓപ്ഷൻ ഹൗസിൽ നിന്നും പോകുന്നത് ഒരു റെസ്റ്റോറന്റിലേക്കാണ്. അവിടെയുണ്ട് പ്രൊഫസർ ഐറിന് ഒരു കപ്പ് ചായ കൊടുത്തിട്ട് ലെറ്ററിനെ കുറിച്ച് ചോദിച്ചു. ഐറിൻ പറഞ്ഞു, ആ ലെറ്റർ ഷെർലക് എന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു. ഒരു ചെറു പുഞ്ചിരിയോടെ പ്രൊഫസർ ചോദിച്ചു, ഞാൻ നിന്നെ കൊല്ലുമോ എന്നുള്ള ഭയമുള്ളത് കൊണ്ടല്ലേ നീ നമ്മുടെ കൂടിക്കാഴ്ച ഈ റെസ്റ്റോറന്റിൽ വെച്ച് മതിയെന്ന് തീരുമാനിച്ചത്? ഉടൻ തന്നെ സെബാസ്റ്റ്യൻ ഒരു സ്പൂൺ എടുത്ത് ഗ്ലാസ്സിൽ തട്ടും. അപ്പോൾ തന്നെ ആ റെസ്റ്റോറന്റ് സൈലന്റ് ആയിട്ട് അവിടെ ഇരുന്ന എല്ലാവരും പുറത്തേക്ക് പോകും. ആ റെസ്റ്റോറന്റ് മുഴുവൻ പ്രൊഫസറുടെ ആൾക്കാരായിരുന്നു. പ്രൊഫസർ തുടർന്നു, കുറച്ചു നാളുകളായി ഷെർലക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇനി എനിക്ക് നിന്റെ സേവനം ആവശ്യമില്ല. ഇത് കേട്ട ഐറിൻ അവിടെ നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുമെങ്കിലും പെട്ടെന്ന് കുഴഞ്ഞു വീഴും. അവിടെ വെച്ച് തന്നെ ഐറിൻ മരിക്കും. അവൾക്ക് കുടിക്കാൻ കൊടുത്ത ചായയിൽ പ്രൊഫസർ വിഷം കലർത്തിയിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ വാട്സൺ ഷെർലക്കിനെ കാണാൻ റൂമിലെത്തി. വാട്സൺ പറഞ്ഞു, നാളെ ഞാൻ വിവാഹിതനാകാൻ പോവുകയാണ്, നീ എന്റെ ഒപ്പം വരണം. ഷെർലക് പറഞ്ഞു, ഉറപ്പായും ഞാൻ വരും, നമുക്ക് നിന്റെ ബാച്ചിലർ പാർട്ടിക്കായിട്ട് പുറത്തേക്ക് പോവാം. ഷെർലക് ഡ്രസ്സ് മാറാനായിട്ട് ഒരു റൂമിലേക്ക് പോകും. പിന്നാലെ വാട്സൺ ആ റൂമിലേക്ക് കയറിയപ്പോൾ ചിലന്തി വല നെയ്യുന്നത് മാതിരി ഷെർലക് എന്തിന്റെയൊക്കെ
എന്തൊക്കെയോ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നൂലുകൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. വാട്സൺ ആ നൂലിന്റെ ഒരറ്റം പിടിച്ച് പരിശോധിക്കും. ഒരു ഇന്ത്യക്കാരൻ, ഒരു ചൈനീസുകാരൻ, അമേരിക്കയിലെ ബിസിനസ്സുകാരൻ, സ്ട്രസ്ബർഗിൽ നടന്ന ബോംബാക്രമണം, എല്ലാത്തിന്റെയും പത്രവാർത്ത. ഇതിന്റെ എല്ലാത്തിന്റെയും കാരണമായി ഷെർലക് കണ്ടെത്തിയിരിക്കുന്നത് പ്രൊഫസർ ജെയിംസ് മൊറാർട്ടി ആണെന്നാണ്. വാട്സൺ പറഞ്ഞു, പ്രൊഫസറെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു. ആള് ഗണിതശാസ്ത്രത്തിലെ ഒരു ബുദ്ധിരാക്ഷസനാണ്. പ്രശസ്തനായ എഴുത്തുകാരനും അധ്യാപകനുമാണ്. മാത്രമല്ല കാംബ്രിഡ്ജിലെ ബോക്സിംഗ് ചാമ്പ്യൻ. ഷെർലക് പറഞ്ഞു, നിനക്ക് ഡോക്ടർ ഹൂഫ്മാനെ അറിയാമല്ലോ. അദ്ദേഹത്തിന് നേരെ കുറച്ചു ദിവസം മുന്നേ ഒരു ബോംബാക്രമണം ഉണ്ടായി. ഞാനത് തടഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ മരണം എനിക്ക് തടയാനായില്ല. ഡോക്ടർ വാട്സൺ പറഞ്ഞു, ഹൂഫ്മാൻ വൈദ്യശാസ്ത്ര രംഗത്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ മരണവാർത്ത ഞാൻ അറിഞ്ഞായിരുന്നു. പത്രവാർത്തകൾ പറയുന്നത് അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചത് എന്നാണ്. ഷെർലക്കും വാട്സണും വീട്ടിൽ നിന്ന് ഇറങ്ങി ഷെർലക്കിന്റെ ചേട്ടനെ കാണാനെത്തും. ഇതാണ് മൈൻക്രാഫ്റ്റ് ഹോംസ്. പുള്ളിക്കാരൻ ഒരു പ്രത്യേക ടൈപ്പാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും ആള് സൈക്കോ ആണെന്ന്, ചിലപ്പോൾ തോന്നും ഷെർലക്കിനെ പോലെ അതിബുദ്ധിമാനാണെന്ന്. എന്തായാലും അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഹെഡാണ്. മൈൻക്രാഫ്റ്റ് പറഞ്ഞു, ഇപ്പോൾ യൂറോപ്പിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ കണക്കിലെടുക്കുമ്പോൾ ഒരു വൻ വിപത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. മൈൻക്രാഫ്റ്റ് ഷെർലക്കിനെ വാട്സനെ വിളിച്ച് ഒരു ബിൽഡിംഗിലേക്ക് കൊണ്ടുപോയി. ഷെർലക്കും വാട്സനും ടേബിളിൽ ചെന്നിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും ഷെർലക്കിന്റെ കണ്ണ് മുകളിലെ നിലയിലാണ്. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ വാട്സൺ ചൂത് കളിക്കാനായിട്ടും ഷെർലക് മുകളിലത്തെ നിലയിലേക്കും പോകും. ഇതാണ് സിംസ. പുള്ളിക്കാരി കാർഡിന്റെ സഹായത്തോടെ ഭാവി കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ്. സിംസ കരുതിയത് ഷെർലക് വന്നിരിക്കുന്നത് അയാളുടെ ഭാവിയെക്കുറിച്ച് അറിയാനായിട്ട് എന്നാണ്. ഷെർലക് സിംസയുടെ കയ്യിൽ നിന്നും കാർഡ് വാങ്ങിയിട്ട് പറഞ്ഞു, തല കീഴായിട്ട് ഒരു ആപത്ത് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സിംസ ഷെർലക്കിനോട് ചോദിച്ചു, നിങ്ങൾ ഭാവി അറിയാൻ വന്നതല്ല, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഷെർലക് പറഞ്ഞു, ഞാൻ നിന്റെ സഹോദരൻ റെനയെ തേടി വന്നതാണ്. എന്നെ ഇവിടെ എത്തിച്ചത് ഈ ലെറ്ററാണ് എന്ന് പറഞ്ഞിട്ട് ഈ കഥയുടെ തുടക്കത്തിൽ ഐറിന്റെ കയ്യിൽ നിന്നും അടിച്ചെടുത്ത ലെറ്റർ സിംസയ്ക്ക് കൊടുക്കും. അവൾ ആ ലെറ്റർ തുറന്നു. ഒരു സൈഡിൽ റെനയുടെ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നു, മറു സൈഡിൽ സിംസയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് വരികൾ. സിംസ, എന്റെ മുഖം ഓർത്തു വെച്ചോളൂ, കാരണം ഇനി നീ ഇതൊരിക്കലും കാണില്ല. ചരിത്രം മാറ്റി എഴുതാൻ ഞാൻ കൊടുക്കേണ്ടി വന്നത് എന്റെ രൂപമാണ്. ലെറ്റർ വായിച്ച ശേഷം സിംസ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം ഇരുന്നു. എന്നിട്ട് ഷെർലക്കിനോട് പറഞ്ഞു, നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു, എനിക്ക് വേറെ ക്ലയന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഷെർലക്കിനെ പുറത്താക്കാൻ നോക്കും. ഷെർലക് അവിടെ നിന്നും പോകാനൊരുങ്ങി. അതിനൊപ്പം തന്നെ സിംസയോട് പറഞ്ഞു, നമുക്ക് മുകളിലെ കൂരയിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. അയാൾ കുടിച്ച മദ്യത്തിന്റെ സ്മെൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും നേരം അയാൾ അവിടെ ഇരിക്കണമെങ്കിൽ അയാളുടെ കായിക ശേഷി വളരെ കൂടുതലാണ്. ഇത്രയും പറഞ്ഞ ശേഷം ഷെർലക് തിരിഞ്ഞു നടന്നിട്ട് അവിടെ ഇരുന്ന ഒരു കാലൻ കുടയെടുത്ത് ഒളിച്ചിരുന്ന കൊലപാതകയെ വലിച്ച് താഴേക്കിടും. പിന്നെ അടിയോടടി. ഇതൊന്നും അറിയാതെ ചൂത് കളിച്ച് വിജയിച്ച വാട്സൺ പണം കളക്ട് ചെയ്യുമ്പോൾ ആ ടേബിളിലേക്ക് അടിപിടിക്കിടയിൽ ഷെർലക്കും കൊലപാതകയും വന്ന് വീഴും. വാട്സന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത പണം മുഴുവൻ താഴേക്ക് വീഴും. കണ്ടു നിന്നവർ അതെടുക്കാൻ ശ്രമിക്കുമ്പോൾ വാട്സൺ അവരുമായി അടിപിടിയാകും. വാട്സന് നല്ലോണം കിട്ടും. ഷെർലക് കൊലപാതകിയെ ചവിട്ടി പുഴയിലേക്കിടും. അടുത്ത ദിവസം ഷെർലക്കും വാട്സണും ചർച്ചിലേക്ക് പുറപ്പെടും. ഇന്നാണ് വാട്സന്റെ കല്യാണം. തലേ ദിവസത്തെ ചൂതുകളിക്കിടയിലുണ്ടായ അടിപിടിയിൽ വാട്സന്റെ മുഖത്തുണ്ടായ മുറിവുകൾ തെളിഞ്ഞു നിൽക്കുന്നു. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് വാട്സനും മേരിയും പുറത്തേക്കിറങ്ങി. ചടങ്ങ് കഴിഞ്ഞപ്പോൾ തന്നെ ഷെർലക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോഴേക്കും സെബാസ്റ്റ്യൻ വന്ന് ഷെർലക്കിനോട് പറഞ്ഞു, പ്രൊഫസർ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. ഇന്ന് ഉച്ച കഴിഞ്ഞ് കോളേജിൽ വെച്ച് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാണാമെന്ന് മറുപടി പറഞ്ഞ് ഷെർലക് അവിടെ നിന്ന് പോകും. ഉച്ച കഴിഞ്ഞ് ഷെർലക് പ്രൊഫസറെ കാണാൻ കോളേജിലെത്തും. പ്രൊഫസർ ചോദിച്ചു, വാട്സന്റെ കല്യാണം കഴിഞ്ഞല്ലേ? ആ ചോദ്യത്തിൽ തന്നെ എന്തോ പണി മണത്ത ഷെർലക് പറഞ്ഞു, വാട്സൺ ഇനി എന്റെ ഒപ്പം ഉണ്ടാകില്ല. ഇനി ഞാൻ ഒറ്റയ്ക്കാണ്. നമ്മൾ തമ്മിലുള്ള ഗെയിമിൽ ഇനി നിങ്ങൾ അതുകൂടി പരിഗണിക്കണം. ഇത് കേട്ട പ്രൊഫസർ പറഞ്ഞു, ഒരിക്കലുമില്ല. ഡോക്ടർ വാട്സനെ ഞാൻ ഒഴിവാക്കില്ല. രണ്ട് വസ്തുക്കൾ കൂട്ടിമുട്ടുമ്പോൾ അതിന്റെ ഫലമായി ചുറ്റുമുള്ള മറ്റു വസ്തുക്കൾക്കും കേടുപാടുണ്ടാകും. അങ്ങനെ കേടുപാടുണ്ടാകാൻ പോകുന്ന രണ്ടാമത്തെ വ്യക്തി വാട്സൺ ആയിരിക്കും. ഷെർലക് ഒന്നാമത്തെ വ്യക്തി ആരായിരുന്നു എന്നറിയാൻ പ്രൊഫസറെ നോക്കുമ്പോൾ പ്രൊഫസർ ഐറിന്റെ ഹാൻഡ് കർച്ചീഫ് ചെസ് ബോർഡിലേക്ക് ഇട്ടിട്ട് തുടർന്നു, ഒന്നാമത് കേടുപാട് പറ്റിയത് ഐറിനായിരുന്നു. ഐറിൻ മരണപ്പെട്ടു. അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. വാട്സന് ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ എന്റെ പിന്നാലെ വരരുത്. ഉറപ്പായും ഞാൻ നിന്റെ പിന്നാലെ വരുമെന്ന് പറഞ്ഞിട്ട് ഐറിന്റെ കർച്ചീഫും എടുത്ത് ഷെർലക് അവിടെ നിന്ന് പോകും. ഷെർലക്കിന്റെ മുഖത്ത് ഐറിനെ കുറിച്ച് ഓർത്തുള്ള വലിയ വിഷമം കാണാം. അതേസമയം വാട്സനും മേരിയും ഹണിമൂണിനുള്ള യാത്രയ്ക്കായി ട്രെയിനിൽ കയറും. വാട്സൺ ഫസ്റ്റ് ക്ലാസ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതേ കോച്ചിൽ തന്നെ കുറച്ച് പട്ടാളക്കാർ പെട്ടികളുമായി കയറുന്നത് വാട്സൺ ശ്രദ്ധിക്കും. ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു ലേഡി ട്രെയിനിലെ സ്റ്റാഫിനോട് എന്തൊക്കെയോ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. ആ ലേഡി തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വാട്സന് മുഖം കാണാൻ പറ്റിയില്ല. വാട്സൺ
അത് കാര്യമാക്കാതെ അവരുടെ കമ്പാർട്ട്മെന്റിലേക്ക് പോകും. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെട്ടു. കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ സ്റ്റാഫ് ഒരു വൈൻ ബോട്ടിൽ കൊണ്ട് വാട്സന്റെ കമ്പാർട്ട്മെന്റിലേക്ക് വരും. വാട്സൺ പറഞ്ഞു, ഞാൻ ഈ വൈൻ ഓർഡർ ചെയ്തിട്ടില്ല, ഇത് കോംപ്ലിമെന്റ് ആണെന്ന് പറഞ്ഞ് വൈൻ വെക്കാനായിട്ട് വന്ന സ്റ്റാഫ് അവരുടെ കമ്പാർട്ട്മെന്റിനുള്ളിലേക്ക് കയറും. പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ് ഓഫ് ആകും. ഉടനെ ആ വന്നയാൾ കമ്പാർട്ട്മെന്റിന്റെ ഡോർ ലോക്ക് ചെയ്യും. വാട്സനെ ഒരു കത്തി ഉപയോഗിച്ച് കുത്താനൊരുങ്ങും. പണിയാണെന്ന് ആദ്യമേ മനസ്സിലാക്കിയ വാട്സൺ അതിൽ നിന്നും വിദഗ്ധമായി ഒഴിഞ്ഞു മാറും. മേരി വാട്സന്റെ തോക്കെടുത്ത് വന്നയാളുടെ നേർക്ക് ചൂണ്ടി ഭയപ്പെടുത്തും. വാട്സൺ കമ്പാർട്ട്മെന്റിന്റെ വാതിൽ തുറന്ന് അവനെ ട്രെയിനിന്റെ പുറത്തേക്ക് തള്ളിയിടും. വാട്സൺ മേരിയുടെ കയ്യിൽ നിന്നും തോക്ക് വാങ്ങി ട്രെയിനിനുള്ളിലെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ പ്ലാറ്റ്ഫോമിൽ വെച്ച് കണ്ട പട്ടാളക്കാർ തോക്കുമായി അവരെ ആക്രമിക്കാൻ വരുന്നു. വാട്സന് മനസ്സിലായി ഇവർ പട്ടാളക്കാരല്ല. പെട്ടെന്ന് ഒരു ലേഡി തോക്കെടുത്ത് തുരുതുരാ വെടിവെക്കും. ട്രെയിനിൽ കയറിയ സമയത്ത് സ്റ്റാഫിനോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ലേഡിയാണ് ഇത് എന്ന് വാട്സന് മനസ്സിലായി. ആ ലേഡിയുടെ വെടിവെപ്പിൽ വന്നവർ ഭയന്നോടും. ആ ലേഡി കമ്പാർട്ട്മെന്റിലേക്ക് കയറിയപ്പോഴാണ് വാട്സന് മനസ്സിലായത് അത് ഷെർലക് ആണ്. ഷെർലക് പറഞ്ഞു, അത് പ്രൊഫസറുടെ ആൾക്കാരാണ്, 6 പേരുണ്ട്, എന്തായാലും അവർ തിരിച്ചു വരും, നേരിടാതെ പറ്റില്ല. ഇതൊക്കെ വാട്സനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഷെർലക് മേരിയെ തള്ളി താഴേക്കിടും. മേരി ചെന്ന് വീഴുന്നത് വെള്ളത്തിലേക്കായിരുന്നു. ഷെർലക് വാട്സനോട് പറഞ്ഞു, പേടിക്കണ്ട, എന്റെ ചേട്ടൻ മൈൻക്രാഫ്റ്റ് അവളെ രക്ഷിക്കാനായിട്ട് അവിടെ ബോട്ടുമായിട്ടുണ്ട്. വാതിൽ തുറക്കാൻ നേരം പൊട്ടുന്ന രീതിക്ക് ഒരു ഗ്രനേഡ് സെറ്റാക്കി വെച്ചിട്ട് ഷെർലക്കും വാട്സനും പുറത്തേക്കുള്ള ഡോർ വഴി തൂങ്ങി അടുത്ത കോച്ചിൽ കയറി രക്ഷപ്പെടും. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രൊഫസറുടെ ആൾക്കാർ ഡോർ ഓപ്പൺ ആക്കും. അപ്പോൾ തന്നെ ഗ്രനേഡിന്റെ ലോക്ക് ഇളകും. സെക്കൻഡുകൾക്കുള്ളിൽ ആ ഗ്രനേഡ് പൊട്ടിത്തെറിക്കും. ഷെർലക്കും വാട്സനും അടുത്ത കോച്ചിലായതിനാൽ ഒരു ആപത്തും കൂടാതെ രക്ഷപ്പെടും. ഷെർലക്കും വാട്സനും പാരീസിലേക്ക് പുറപ്പെടും. വാട്സൺ ചോദിച്ചു, നമ്മൾ എന്തിനാണ് പാരീസിലേക്ക് പോകുന്നത്? ഷെർലക് പറഞ്ഞു, പാരീസിൽ നാടോടികൾ തമ്പടിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ സിംസയുണ്ടാകും. അതേസമയം പ്രൊഫസറുടെ അടുത്ത് സെബാസ്റ്റ്യൻ എത്തി ഒരു കുഞ്ഞു കുറിപ്പും നാടകത്തിന്റെ ടിക്കറ്റും കൊടുക്കും. സെബാസ്റ്റ്യനോട് പ്രൊഫസർ പറഞ്ഞു, നീ നാടകം നടക്കുന്ന സ്ഥലത്തേക്ക് വരേണ്ട കാര്യമില്ലല്ലോ, പുറത്ത് നിനക്ക് ജോലിയുള്ളതല്ലേ, അതിനാൽ നിന്റെ ടിക്കറ്റ് കളഞ്ഞേക്ക്. പ്രൊഫസറുടെ ആ വാക്കുകൾക്ക് ഒരു ചിരി മാത്രം സെബാസ്റ്റ്യൻ കൊടുക്കും. ഷെർലക്കും വാട്സനും സിംസയെ നാടോടികൾക്കിടയിൽ നിന്നും കണ്ടെത്തും. സിംസ ഷെർലക്കിനോട് ചോദിച്ചു, അന്ന് എന്തിനാണ് ഒരാൾ എന്നെ കൊല്ലാൻ നോക്കിയത്? ഷെർലക്ക് പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ വളരെ ക്രൂരനായ ഒരു മനുഷ്യനുമായിട്ട് എന്തോ ഇടപാട് തുടങ്ങിയിട്ടുണ്ട്. ആ ക്രൂരനായ മനുഷ്യന്റെ പേരാണ് പ്രൊഫസർ മോറിയാർട്ടി. പ്രൊഫസർ കരുതുന്നത് നിങ്ങളുടെ സഹോദരൻ റെനെ അവർ തമ്മിലുള്ള ഇടപാടിന്റെ രഹസ്യം സഹോദരിയായ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഇത് കേട്ട സിംസ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, അവനെ കണ്ടിട്ട് തന്നെ ഏകദേശം 1 വർഷമായി. കുറച്ചു നാൾ മുന്നേ കുറച്ച് ചിത്രങ്ങൾ മാത്രം അവൻ എനിക്ക് അയച്ചു തന്നു. ഷെർലക്കും വാട്സനും ആ ചിത്രങ്ങൾ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഏതോ പ്രിന്റിംഗ് പ്രസിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ പേപ്പർ. ഇത് സൂക്ഷിച്ചിരിക്കുന്നത് വളരെ തണുത്ത നനഞ്ഞ സ്ഥലത്താണ്. പേപ്പറിന് നല്ല പഴക്കമുണ്ട്. മാത്രമല്ല എല്ലാ പേപ്പറിനും വൈനിന്റെ മണവുമുണ്ട്. അതായത് ഒരു പ്രിന്റിംഗ് പ്രസിനോട് ചേർന്ന് ഒരു വൈൻ സെല്ലാർ, ആ സെല്ലാറിൽ വെച്ചിട്ടാവണം ഈ ചിത്രം വരച്ചിട്ടുണ്ടാകുക. ഇത് കേട്ട സിംസ പറഞ്ഞു, കുറച്ചു നാൾ മുന്നേ വരെ ഞാനും റെനയും ഒരു വിപ്ലവ സംഘത്തിന്റെ അംഗമായിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ സംഘടനയുടെ തീരുമാനങ്ങൾക്കൊപ്പം യോജിക്കാൻ പറ്റാതെയായി. അപ്പോൾ ഞങ്ങൾ ആ സംഘടന വിട്ടു. ആ സംഘടനയിലുള്ളവർ ഉപയോഗിച്ചിരുന്നത് ഒരു വൈൻ സെല്ലാറാണ്. റെനെ ആ സംഘടനയുടെ തലവനായ റവാച്ചയുമായി നല്ല കൂട്ടായിരുന്നു. അയാളെ കണ്ട് സംസാരിക്കാം. റെനെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അദ്ദേഹം അത് പറയും. അടുത്ത ദിവസം സിംസയും സിംബന്തികളും റവാച്ചയെ കാണാനായി എത്തും. റവാച്ചയുടെ സിംബന്തികൾ സിംസയെയും ഷെർലക്കിനെയും വാട്സനെയും പരിശോധിച്ച് സെല്ലാറിലേക്ക് കയറ്റും. ഇതേ സമയത്ത് അവിടെ നിന്നും ഹോട്ടൽ ട്രയംഫിലേക്ക് ഒരു ആർട്ട് കൊണ്ടുപോകുന്നത് ഷെർലക് ശ്രദ്ധിക്കും. അകത്ത് കയറിയ ഉടൻ തന്നെ സിംസ തന്റെ സഹോദരനെ പറ്റി റവാച്ചയോട് ചോദിച്ചു. ആദ്യം അയാൾ റെനയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ വാട്സൺ അവിടെ ഇരുന്ന് ഒരു പേപ്പർ എടുത്തിട്ട് പറഞ്ഞു, ഇതേ പേപ്പറിൽ റെനെ എഴുതിയ ഒരു കത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഗത്യന്തരമില്ലാതെ റവാച്ചെ റെനെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സമ്മതിക്കും. എന്നിട്ട് പറഞ്ഞു, പണവും അധികാരവും കൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സഹായിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് വേണ്ടിയുള്ള പുതിയ ദൗത്യത്തിലാണ് റെനെ ഇപ്പോൾ. ഈ സംഘടനയെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് അയാളാണ്. അയാൾ ചെയ്യുന്ന സകല ക്രൂരകൃത്യങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അയാൾ ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും അയാൾ പിടിച്ചുകൊണ്ടുപോയി. ഞാൻ നിസ്സഹായനാണ്. എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല. ഇത്രയും പറഞ്ഞ ശേഷം റവാച്ചെ ഒരു തോക്കെടുത്ത് സ്വയം വെടിവെച്ച് മരിക്കും. ഇതെല്ലാം കേട്ടുനിന്ന ഷെർലക്കിന് മനസ്സിലായി റവാച്ചെ പറഞ്ഞത് പ്രൊഫസറെ കുറിച്ചാണെന്ന്. വെടിയൊച്ചയുടെ ശബ്ദം കേട്ട് പുറത്തുനിന്ന് റവാച്ചയുടെ സിംബന്തികൾ സെല്ലാറിന് അകത്തേക്ക് വരാൻ ശ്രമിക്കും. ഡോക്ടർ വാട്സൺ റവാച്ചയുടെ തോക്കെടുത്ത് അവർക്ക് നേരെ വെടിവെച്ച് അവർ ഉള്ളിലേക്ക് വരാതെ തടയും. ഈ സമയം കൊണ്ട് ഷെർലക് അവിടെ ഒരു രഹസ്യവാതിൽ ഉണ്ടെന്ന് കണ്ടെത്തി ആ വാതിൽ തുറക്കും. ആ വഴിയിലൂടെ ഷെർലക്കും സിംബന്തികളും രക്ഷപ്പെടും. റവാച്ചയുടെ സിംബന്തികൾ പിന്നാലെ വരാതിരിക്കാൻ വാതിലിൽ കെട്ടിയിരുന്ന ചാക്കിന്റെ കയർ ഡോക്ടർ വാട്സൺ വെട്ടിമുറിക്കും. അപ്പോൾ തന്നെ ആ വാതിലടയും. ആ റൂമിൽ കയറിയപ്പോൾ അവിടെ ബോംബ് നിർമ്മിക്കാനുള്ള വെടിമരുന്ന്, സംഘടനയുടെ കാര്യങ്ങളെല്ലാം
എല്ലാം പ്രിന്റ് ചെയ്യാനുള്ള പ്രിന്റിംഗ് മെഷീൻ എല്ലാം അവിടെ ഉണ്ട്. മാത്രമല്ല കുറച്ചപ്പുറത്ത് നടക്കാൻ പോകുന്ന നാടകത്തിന്റെ 1-2 ആർട്ട് ഇരിക്കുന്നതും ഷെർലക്ക് ശ്രദ്ധിക്കും. അപ്പോൾ തന്നെ ഷെർലക്കിന് മനസ്സിലായി അടുത്ത് ബോംബ് പൊട്ടാൻ പോകുന്നത് നാടകം നടക്കുന്ന സ്ഥലത്താണെന്ന്. ഷെർലക്കും സിമ്പന്തികളും അവിടെ നിന്നും തുരങ്കത്തിലൂടെ പുറത്തിറങ്ങി നാടകം നടക്കുന്ന സ്ഥലത്തെത്തും. നാടകവേദിയുടെ സൈഡിലെ ഡോറിനടുത്ത് ഒരാൾ തൊപ്പിയൊക്കെ വെച്ചിരിപ്പുണ്ട്. വാട്സന് അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക തരം സിഗരറ്റിന്റെ സ്മെല്ല് കിട്ടും. ആ മനുഷ്യൻ ആരാണെന്നറിയാൻ വാട്സൺ അടുത്തേക്ക് ചെല്ലാൻ നോക്കുമെങ്കിലും ഷെർലക്ക് വിളിച്ചത് കാരണം വാട്സൺ അതാരാണെന്ന് നോക്കാതെ അകത്തേക്ക് കയറും. ഷെർലക്ക് നാടകവേദിയിൽ നിന്നും ഓഡിയൻസിനെ നോക്കുമ്പോൾ ഷെർലക്കിനെ നോക്കി പ്രൊഫസർ ഇരിക്കുന്നു. പ്രൊഫസറെ കണ്ടപ്പോൾ തന്നെ ഷെർലക്കിന് മനസ്സിലായി ബോംബ് വെച്ചിരിക്കുന്നത് ഇവിടെയല്ല എന്ന്. പുറത്തു വന്ന് ഷെർലക്ക് വാട്സനോടും സിംസയോടും പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി. നമ്മൾ റവാച്ചയെ കാണാൻ ചെന്നപ്പോൾ അവിടെ നിന്നും ഹോട്ടൽ ട്രയംഫിലേക്ക് കോൺഫറൻസിന് വേണ്ടിയുള്ള ഒരു ആർട്ട് കൊണ്ടുപോകുന്നത് ശ്രദ്ധിച്ചു. അതിനാൽ ഹോട്ടലിലാണ് ബോംബ് വെച്ചിരിക്കുന്നത്. ഷെർലക്കും സിമ്പന്തികളും ഓടി ആ ഹോട്ടലിൽ എത്തുന്നതിന് മുന്നേ തന്നെ ബോംബ് പൊട്ടും. ആ കോൺഫറൻസ് റൂമിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു. ഷെർലക്ക് അവിടെ മാകെ പരിശോധിച്ചു. ഒരാളുടെ തലയ്ക്ക് മാത്രം വെടിയുണ്ട കൊണ്ടിരിക്കുന്നു. അയാൾ വെടിയേറ്റാണ് മരിച്ചത്. ഷെർലക്ക് തൊട്ടടുത്ത ജനലിന്റെ ഗ്ലാസിലേക്ക് നോക്കുമ്പോൾ ആ ഗ്ലാസ് ഒരു ബുള്ളറ്റ് വന്ന രീതിക്ക് പൊട്ടിയിരിക്കുന്നു. ഷെർലക്കും സിമ്പന്തികളും ആ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ബിൽഡിംഗിൽ ചെന്ന് പരിശോധിക്കും. അവിടെ ആരോ നിന്നതിന്റെ തെളിവ് അവർക്ക് കിട്ടും. മാത്രമല്ല ഒരു സ്നൈപ്പർ ഗൺ വെച്ചതിന്റെ പാടും അവർക്ക് കാണാൻ സാധിച്ചു. അതിനൊപ്പം ഒരു പ്രത്യേകതരം സിഗരറ്റും അവിടെ നിന്ന് കിട്ടും. സിംസ ചോദിച്ചു, ഇത്രയും ദൂരം ലക്ഷ്യം തെറ്റാതെ വെടിവെക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടോ? വാട്സൺ പറഞ്ഞു, എന്റെ അറിവിൽ യൂറോപ്പിൽ 6 പേരുണ്ട്. പക്ഷേ ഇവിടെ കിടക്കുന്ന സിഗരറ്റിൽ നിന്നും മനസ്സിലാകുന്നത് അത് സെബാസ്റ്റ്യൻ ആണെന്നാണ്. കാരണം അയാൾ മാത്രമേ ഈ സിഗരറ്റ് ഉപയോഗിക്കത്തുള്ളൂ. നാടകവേദിയിൽ കയറുന്നതിന്റെ തൊട്ടു മുന്നേ ഈ സിഗരറ്റിന്റെ മണമുണ്ടായിരുന്നു. എനിക്കൊരു സംശയമുണ്ടായിരുന്നു. അത് ആരാണെന്ന് പരിശോധിക്കുന്നതിന് മുന്നേ ഷെർലക്ക് എന്നെ ഉള്ളിലേക്ക് വിളിച്ചു. എനിക്കുറപ്പാണ് അവിടെ വെച്ച് കണ്ടത് സെബാസ്റ്റ്യനെ തന്നെയാണ്. അവനെ പട്ടാളത്തിൽ നിന്നും ഈ പർട്ടിക്കുലർ സിഗരറ്റ് ഉപയോഗത്തിന്റെ പേരിൽ പുറത്താക്കിയതാണ്. അവനിപ്പോൾ പ്രൊഫസറുടെ വാടക കൊലയാളിയായിട്ടുണ്ടാകണം. ഇതെല്ലാം കേട്ടുനിന്ന ഷെർലക്ക് പറഞ്ഞു, എനിക്ക് തോന്നുന്നു സെബാസ്റ്റ്യൻ തന്നെയാണ് ഡോക്ടർ ഹൂഫ്മാനെ കൊന്നത്. അടുത്ത ദിവസം ഷെർലക്കും സിമ്പന്തികളും കഴിഞ്ഞ ദിവസം രാത്രിയിലെ ബോംബ് സ്ഫോടനത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ സ്ട്രസ്ബർഗിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ പ്രതികാരമായി ജർമ്മനി ചെയ്തതാണ് ഇന്നലത്തെ ബോംബ് സ്ഫോടനം എന്ന് വരുത്തി തീർക്കുകയാണ് പ്രൊഫസറുടെ ഉദ്ദേശം. ഭരണകൂടത്തിനോ നാട്ടിലെ ജനങ്ങൾക്കോ പ്രൊഫസറെ അറിയാത്തതിനാൽ രാജ്യങ്ങൾ തമ്മിലടിക്കുകയാണെന്നേ കരുതുകയുള്ളൂ. എന്നാൽ ഇന്നലത്തെ ബോംബ് സ്ഫോടനത്തിലൂടെ പ്രൊഫസർക്ക് വേണ്ടിയിരുന്നത് വെടിയേറ്റ് കൊല്ലപ്പെട്ട ആൽഫ്രഡിന്റെ മരണമായിരുന്നു. ആ കൊലപാതകം സെബാസ്റ്റ്യനെ ഉപയോഗിച്ച് വൃത്തിയായി അയാൾ ചെയ്തു. ആൽഫ്രഡ് ഒരു തോക്ക് കമ്പനി മുതലാളിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആ കമ്പനിയിലെ ഭൂരിഭാഗം ഷെയറും പ്രൊഫസർ വാങ്ങിയിരുന്നു. ആൽഫ്രഡ് കൊല്ലപ്പെട്ടതോടുകൂടി ആ ഫാക്ടറി ഇനി പ്രൊഫസർക്ക് സ്വന്തം. അതിനാൽ അയാൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഫാക്ടറിയിലെത്തും. അയാൾക്കൊപ്പം നമുക്കും അവിടെ എത്തണം. ഷെർലക്കും സിമ്പന്തികളും ജർമ്മനിയിലേക്ക് പുറപ്പെടും. ബോംബ് ഭീഷണി ഉള്ളതിനാൽ മറ്റു രാജ്യക്കാരെ ആരെയും ജർമ്മനിയിലേക്ക് കയറ്റാത്തതിനാൽ നാടോടികളുടെ വേഷത്തിൽ കുതിരപ്പുറത്ത് കാട് മാർഗം ജർമ്മനിയിലെ പ്രൊഫസറുടെ ഗൺ ഫാക്ടറിയിലെത്തും. കൂടെ വന്നവരെ പുറത്തു നിർത്തി ഷെർലക്കും വാട്സനും ആ ഫാക്ടറിക്കുള്ളിലേക്ക് പോകും. അകത്ത് കയറുന്നതിന് തൊട്ടു മുന്നേ ഷെർലക്ക് വാട്സനെ ഒരു ടെലിഗ്രാഫ് ചേട്ടൻ മൈൻക്രാഫ്റ്റിന് അയച്ചിട്ട് 45 മിനിറ്റിനുള്ളിൽ ഇവിടെ തന്നെ മടങ്ങിയെത്തണമെന്ന് പറഞ്ഞുവിടും. വാട്സൺ അവിടെ നിന്ന് പോയതിനു ശേഷം എന്തോ ഒരു കുറിപ്പ് എഴുതി ഷെർലക്ക് അവിടെ ഒട്ടിച്ചു വയ്ക്കും. വാട്സൺ അവിടെ നിന്നും മെയിൻ റോഡിൽ ഇറങ്ങി അവിടെ ചുറ്റിപ്പറ്റി നടന്ന് ടെലിഗ്രാഫ് ഓഫീസ് കണ്ടുപിടിച്ച് ഓഫീസിലേക്കുള്ള വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി മൈൻക്രാഫ്റ്റിന് മെസ്സേജ് അയക്കും. അതേസമയം ഷെർലക്ക് ആ ഫാക്ടറിക്കുള്ളിൽ കയറി അവിടെ മാകെ പരിശോധിക്കും. പലതരത്തിലുള്ള ബോംബ്, ഗണ്ണ് എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. മാത്രമല്ല അതിൽ തന്നെ പലതരത്തിലുള്ള കെമിക്കൽ പരീക്ഷണവും നടത്തിയിട്ടുണ്ട്. അവിടെയുള്ള റൂമിനുള്ളിലേക്ക് നോക്കിയപ്പോൾ പല രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള ആയുധങ്ങളുടെ ലിസ്റ്റ് ചാർട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. ഷെർലക്ക് അവിടെ നിന്നും കുറച്ച് മുന്നിലേക്ക് ചെന്നപ്പോൾ ഒരു വലിയ ഗോഡൌൺ. പെട്ടെന്ന് അവിടത്തെ ലൈറ്റ് ഓൺ ആവും. ഷെർലക്ക് ഒളിക്കുമെങ്കിലും അയാളുടെ തൊട്ടു പിന്നിൽ സെബാസ്റ്റ്യൻ ഷെർലക്കിനോട് തോക്ക് താഴെയിടാൻ പറഞ്ഞു. സെബാസ്റ്റ്യന്റെ 2 സിമ്പന്തികൾ വന്ന് ക്ലോറോഫോം മണപ്പിച്ച് ഷെർലക്കിനെ ചുമന്നുകൊണ്ട് പോകും. അപ്പോഴേക്കും വാട്സൺ മെസ്സേജ് അയച്ച ശേഷം അതേ സ്ഥാനത്തേക്ക് തന്നെ മടങ്ങിയെത്തിയിരുന്നു. ഷെർലക്ക് അവിടെ ഒട്ടിച്ചു വെച്ചിട്ട് പോയ കുറിപ്പ് വായിച്ചു. ബുദ്ധിമുട്ടായാലും ഇല്ലെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ വരിക എന്നായിരുന്നു ആ കുറിപ്പ്. വാട്സൺ ആ പേപ്പർ തിരിച്ചു നോക്കിയപ്പോൾ ഒരു ലൈറ്റ് ഹൌസിന്റെ പടം വരച്ചു വെച്ചിരിക്കുന്നു. വാട്സൺ ആ ലൈറ്റ് ഹൌസ് തപ്പി പുറപ്പെടും. ഷെർലക്കിനെ സെബാസ്റ്റ്യൻ പ്രൊഫസറുടെ മുന്നിൽ കൊണ്ടുവന്നിരുന്നു. അപ്പോഴേക്കും ഷെർലക്കിന് ബോധം വന്നിരുന്നു. പ്രൊഫസർ ഷെർലക്കിനോട് ചോദിച്ചു, ഒരു ടെലിഗ്രാഫ് അയച്ചിട്ടുണ്ട്, നീ അത് ആർക്കാണ് അയച്ചത്? ആ ചോദ്യത്തിന് മറുപടി പറയാതെ ഷെർലക്ക് പറഞ്ഞു, നിങ്ങൾ വിപ്ലവകാരിയായ റവാച്ചയും അയാളുടെ ബോംബുകളും ഉപയോഗിച്ച് യൂറോപ്പിനെ അപകടത്തിലാക്കി, പലരെയും കൊന്ന് അവരുടെ സ്ഥാപനങ്ങൾ കൈക്കലാക്കി. ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ പല രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച് ഒരു ലോക മഹായുദ്ധം തന്നെയാണ് നീ
പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് പല രാജ്യങ്ങൾ തമ്മിലടിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള ആയുധം സപ്ലൈ ചെയ്യുന്നത് നീയാണ്. അതിലൂടെ നിനക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാകാം. അതേസമയം വാട്സൺ ആ ഫാക്ടറിയിലേക്ക് കയറി ഷെർലക് വരച്ച ലൈറ്റ് ഹൗസ് തപ്പി നടക്കും. വാട്സൺ നോക്കുമ്പോൾ കുറച്ചകലെയായി ലൈറ്റ് ഹൗസ്. അപ്പോഴേക്കും ഒരു സെബാസ്റ്റ്യൻ സിമ്പന്തി വന്ന് വാട്സനെ തോക്ക് കാട്ടി വിരട്ടും. എന്നാൽ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ സെബാസ്റ്റ്യൻ ഒരു സ്നൈപ്പറുമായി ഇരിക്കുകയാണ്. സിമ്പന്തി നിൽക്കുന്നത് കാരണം വാട്സനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സിമ്പന്തി മാറില്ല എന്ന് മനസ്സിലാക്കിയ സെബാസ്റ്റ്യൻ അയാളെ തന്നെ ആദ്യം ഷൂട്ട് ചെയ്ത് വീഴ്ത്തും. ഈ തക്കത്തിന് വാട്സൺ അവിടെ കണ്ട ഒരു തൂണിന്റെ പിന്നിലേക്ക് മറയും. എന്നാൽ ഷെർലക്കിനെ ഒരു കമ്പി ദേഹത്ത് തുളച്ചു കയറ്റി പ്രൊഫസർ പറഞ്ഞതനുസരിച്ച് സിമ്പന്തികൾ വലിച്ചുയർത്തും. പ്രൊഫസർ ഒരു പാട്ട് പ്ലേ ചെയ്ത് അതിനൊപ്പം പാടി ഷെർലക്കിന്റെ കരച്ചിൽ പുറത്തു കേൾക്കാനായിട്ട് മൈക്ക് സെറ്റാക്കി വെച്ച് ഊഞ്ഞാലിൽ എന്ന പോലെ ചുഴറ്റി കറക്കിക്കൊണ്ടിരിക്കും. വേദന കൊണ്ട് പുളഞ്ഞ ഷെർലക് ഉറക്കെ നിലവിളിക്കും. അതിനൊപ്പം തന്നെ പ്രൊഫസർ ചോദിക്കുന്നുണ്ട്, ആ ടെലിഗ്രാഫ് അയച്ചത് ആർക്കാണ്? ഷെർലക്കിന്റെ നിലവിളി കേട്ട വാട്സൺ വെടിയുണ്ടകൾ വകവയ്ക്കാതെ അവിടെ കണ്ട സ്റ്റെയറിലേക്ക് വലിഞ്ഞു കയറും. പ്രൊഫസർ സിമ്പന്തികളോട് ഷെർലക്കിനെ താഴെ ഇറക്കാൻ ആംഗ്യം കാണിക്കും. താഴെ ഇറക്കിയപ്പോൾ തന്നെ പ്രൊഫസർ ആ ചോദ്യം വീണ്ടും ചോദിച്ചു. ഷെർലക് പറഞ്ഞു, ഞാൻ എന്റെ ചേട്ടൻ മൈൻക്രാഫ്റ്റിനാണ് ആ മെസ്സേജ് അയച്ചത്. അതേസമയം വാട്സൺ വലിഞ്ഞു കയറിയത് ഒരു മിസൈൽ ലോഞ്ചറിലേക്കായിരുന്നു. അത് കണ്ട് സെബാസ്റ്റ്യൻ ഭയന്ന് ലൈറ്റ് ഹൗസിൽ നിന്നും താഴേക്കിറങ്ങും. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വാട്സൺ മിസൈൽ ലോഞ്ച് ചെയ്യും. അത് നേരെ ചെന്ന് ലൈറ്റ് ഹൗസിൽ വീഴും. ലൈറ്റ് ഹൗസ് ഇടിഞ്ഞ് പ്രൊഫസറും ഷെർലക്കും ഉണ്ടായിരുന്ന റൂമിലേക്ക് വീഴും. വാട്സൺ താഴേക്കിറങ്ങി അവിടെ മാകെ തിരഞ്ഞ് ഷെർലക്കിനെ കണ്ടെത്തി രക്ഷിക്കും. സെബാസ്റ്റ്യന്റെ സിമ്പന്തികൾ പിന്നാലെ വരുമെന്ന് ഉറപ്പുണ്ടായതിനാൽ അവിടുന്ന് തന്നെ കുറച്ച് തോക്കുകളുമായി അവർ രക്ഷപ്പെടും. പ്രൊഫസറെ സെബാസ്റ്റ്യൻ രക്ഷിക്കും. പ്രൊഫസർ സെബാസ്റ്റ്യനോട് പറഞ്ഞു, ഒരിക്കലും അവർ രക്ഷപ്പെടരുത്, എത്രയും പെട്ടെന്ന് തന്നെ അവരെ പിടിക്കണം. സെബാസ്റ്റ്യൻ തന്റെ സിമ്പന്തികൾക്ക് ആജ്ഞ കൊടുത്തു. ജീവനോടെയോ അല്ലാതെയോ അവരെ പിടിക്കണം. ലൈറ്റ് ഹൗസ് താഴെ വീഴുന്നത് കണ്ടപ്പോൾ തന്നെ സിംസയും ടീമും അകത്തേക്ക് കയറി ഷെർലക്കിനും വാട്സനും പുറത്തേക്കുള്ള വഴി കാണിക്കും. അവരെ പിന്തുടർന്ന് സെബാസ്റ്റ്യന്റെ സിമ്പന്തികളെത്തി. പിന്നെ വെടിയോട് വെടി, വെടിയും പുകയുമായി നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഷെർലക്കും സിമ്പന്തികളും അവിടെ നിന്നും രക്ഷപ്പെട്ട് കാടിലൂടെ ഓടും. ആ കാടിൽ വെച്ചും വെടിവെപ്പ്. അപ്പോഴേക്കും ഒരു ട്രെയിൻ വരുന്നത് അവർ ശ്രദ്ധിക്കും. ഷെർലക്കും സിമ്പന്തികളും ആ ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കും. വാട്സന്റെ ഒരു വെടി സെബാസ്റ്റ്യന് കൊള്ളും. വെടിയേറ്റെങ്കിലും അവൻ അടങ്ങിയിരിക്കത്തില്ല. സിംസയുടെ കൂട്ടത്തിലെ ഒരാളെ അവൻ വെടിവെച്ച് വീഴ്ത്തും. ഷെർലക്കും സിമ്പന്തികളും ആ ട്രെയിനിൽ കയറി രക്ഷപ്പെടും. അവർ അവിടെ നിന്നും എത്തുന്നത് മൈൻക്രാഫ്റ്റിന്റെ അടുത്താണ്. നടന്ന കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തോട് പറഞ്ഞു. മൈൻക്രാഫ്റ്റ് പറഞ്ഞു, നമ്മുടെ കയ്യിൽ തെളിവുകൾ ഇല്ലാത്തതിനാൽ ഭരണകൂടത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം പാടാണ്. എന്നാലും ഞാൻ എന്റെ മാക്സിമം ശ്രമിക്കാം. എന്തായിരിക്കും പ്രൊഫസറുടെ പുതിയ പദ്ധതി? വാട്സൺ പറഞ്ഞു, എന്തായാലും ഇനിയൊരു ബോംബ് ആക്രമണമല്ല. ഇത് കേട്ടുനിന്ന ഷെർലക് പറഞ്ഞു, അടുത്ത് നടക്കാൻ പോകുന്നത് ഒരു കൊലപാതകമാണ്. ഒരു വാടക കൊലയാളിയെ ഉപയോഗിച്ച് നടത്താൻ പോകുന്ന ഒരു കൊലപാതകം. ആ കൊലയാളി സിംസയുടെ സഹോദരൻ റെനെയാണ്. ആ പറഞ്ഞത് കേട്ട് സിംസ ഞെട്ടും. വാട്സൺ പറഞ്ഞു, റെനയെ കണ്ടെത്തി തടയാൻ പറ്റിയാൽ നമുക്ക് മറ്റു പലരുടെയും ജീവൻ രക്ഷിക്കാൻ പറ്റും. മൈൻക്രാഫ്റ്റ് പറഞ്ഞു, അടുത്ത ദിവസം എല്ലാ രാജ്യങ്ങളെയും ചേർത്തുള്ള ഒരു സമാധാന ചർച്ചയുണ്ട്. മിക്കവാറും പ്രൊഫസർ കൊലപാതകം ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതും ഇതേ ദിവസമായിരിക്കാം. കാരണം മിക്ക രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരും അംബാസിഡർമാരും ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കുമുള്ള എൻട്രി പാസും ഞാൻ സെറ്റ് ചെയ്യാം. നിങ്ങളും അവിടെ ഉണ്ടാകണം. നമുക്ക് കൊലപാതകങ്ങൾ തടുത്തേ പറ്റൂ. സമാധാന ചർച്ചയുടെ അന്ന് പ്രൊഫസറും ആ ചർച്ചയ്ക്കെത്തും. ഷെർലക്കും സിമ്പന്തികളും നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഷെർലക് സിംസയെയും വിളിച്ച് ഡാൻസിനായി ഇറങ്ങും. ഡാൻസിനിടയിൽ സിംസയോട് പറഞ്ഞു, ചുറ്റും നിൽക്കുന്നവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ആരെയെങ്കിലും റെനയെ പോൽ തോന്നിയാൽ പറയണം. സിംസ എല്ലാവരെയും നോക്കുമെങ്കിലും റെനയുമായി സാമ്യതയുള്ള ആരെയും കാണില്ല. ഷെർലക് സിംസയെ മാറ്റി വാട്സനെ ഡാൻസിന് ക്ഷണിക്കും. ഡാൻസിനിടയിൽ ഷെർലക് വാട്സനോട് ചോദിച്ചു, ജർമ്മൻ യൂണിഫോം ഇട്ട് ആഡംബര വാൾ പിടിച്ച് ഒരാൾ നിൽപ്പുണ്ട്. അയാളുടെ മുഖത്ത് പരിക്കേറ്റതിന്റെ പാടുണ്ട്. വാട്സൺ അയാളെ നോക്കിയിട്ട് പറഞ്ഞു, ഗുരുതരമായി പരിക്കേറ്റതാണ്, നല്ലതുപോലെ ശരിയാക്കിയെടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സർജറി നടത്തിയത് മരിക്കുന്നതിനൊക്കെ മുൻപ് ഡോക്ടർ ഹൂഫ്മാൻസ്റ്റാൾ ആയിരിക്കാം. ഷെർലക് പറഞ്ഞു, നമ്മൾ പ്രൊഫസറുടെ ഗൺ ഫാക്ടറിയിൽ ചെന്ന അന്ന് എന്നെ ക്ലോറോഫോം മണപ്പിച്ച രണ്ടുപേർ ഒരേ മുഖഛായ ഉള്ളവരായിരുന്നു. ആദ്യം ഞാൻ കരുതിയത് അവർ ഇരട്ടകളാണെന്നാണ്. ബോധം പോകുന്നതിന് തൊട്ടു മുന്നേ ഞാൻ അതിലൊരാളുടെ ചെവിയുടെ ഭാഗം ശ്രദ്ധിച്ചിരുന്നു. തൊലി പിന്നിലേക്ക് വലിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാളെ മറ്റൊരാളെ പോലെ ആക്കാനുള്ള പരീക്ഷണത്തിന്റെ ഫലമായിട്ടാകും അത്. അങ്ങനെയാണെങ്കിൽ റെനയുടെ മുഖം ഇപ്പോൾ അവന്റെ സ്വന്തമല്ല. ഇവിടെയുള്ള ഏതോ രാജ്യത്തിന്റെ അംബാസിഡറുടെ മുഖം പ്രൊഫസർ ഡോക്ടർ ഹൂഫ്മാന്റെ സഹായത്തോടെ റെനയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ വെച്ച് ഒരു രാജ്യത്തിന്റെ അംബാസിഡർ മറ്റൊരു രാജ്യത്തിന്റെ അംബാസിഡറെ കൊന്നാൽ ഒരു ലോക മഹായുദ്ധം തന്നെ സംഭവിക്കും. ഷെർലക് തുടർന്നു, ഞാൻ പ്രൊഫസറെ ഇവിടെ നിന്ന് മാറ്റി നിർത്താം. നീയും സിംസയും ചേർന്ന് റെനയെ
എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് മുന്നിലേക്ക് നടന്ന് അവിടെ നിന്ന് ഗാർഡിന്റെ കയ്യിൽ ഒരു പേപ്പർ കൊടുക്കും. ഗാർഡ് ആ പേപ്പർ കൊണ്ട് പ്രൊഫസറെ ഏൽപ്പിക്കും. പ്രൊഫസർ അവിടെ നിന്ന് മാറി മുകളിലേക്ക് പോകും. മുകളിലെ വെള്ളച്ചാട്ടത്തിന് ചേർന്നുള്ള ബാൽക്കണിയിൽ പ്രൊഫസറെയും കാത്ത് ഷെർലക് നിൽക്കുന്നു. പ്രൊഫസർ വന്നയുടൻ തന്നെ ഷെർലക്കിനോട് കുശല അന്വേഷണങ്ങൾ നടത്തി ഒരു ചെസ് കളിക്കാമെന്ന് പറഞ്ഞ് ബോർഡ് സെറ്റാക്കും. പ്രൊഫസർ മുകളിലേക്ക് പോയത് കണ്ട ഉടൻ തന്നെ വാട്സൺ സിംസയുടെ അടുത്തെത്തും. വാട്സൺ പറഞ്ഞു, റെനയുടെ മുഖത്ത് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. അതിനാൽ ഉറപ്പായും അവന്റെ മുഖത്ത് അതിന്റെ പാടുണ്ടാകും. ഇവിടെ നിൽക്കുന്നതിൽ 4 പേർക്കാണ് ആ പാട് മറയ്ക്കാനുള്ള താടിയും മുടിയുമുള്ളത്. സിംസ വാട്സൺ കാണിച്ചു കൊടുത്ത 4 പേരെയും നോക്കിയിട്ട് പറഞ്ഞു, ഈ 4 പേർക്കും എന്റെ സഹോദരൻ റെനയുടെ ഉയരമുണ്ട്, അതേ ശരീരപ്രകൃതി. പക്ഷേ അവരുടെ ആരുടെയും കണ്ണുകൾ റെനയുടെ കണ്ണു പോലെയല്ല, അവന് നീലക്കണ്ണാണ്. വാട്സൺ പറഞ്ഞു, അതൊരു പക്ഷേ ലെൻസ് വെച്ച് മറച്ചതാകാം. സിംസ പറഞ്ഞു, അവൻ ഇടം കയ്യനാണ്, പക്ഷേ ഇവിടെയുള്ള ആരും അവന്റെ രീതിയുമായി മാച്ച് ആവുന്നില്ല. വാട്സൺ പറഞ്ഞു, ഒരു അഭിനേതാവ് അയാളുടെ അഭിനയത്തിൽ മുഴുകി നിൽക്കുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന സംഭവത്തിൽ എന്ത് റിയാക്ഷൻ ഇടണമെന്ന് അയാൾക്കറിയില്ല. അതിനാൽ ഒട്ടുമിക്ക ആൾക്കാരും അത് കണ്ടില്ലാന്ന് നടിച്ച് അഭിനയം തുടരും. ഇത്രയും പറഞ്ഞ ശേഷം വാട്സൺ അതിലെ പോയ സപ്ലയറുടെ കയ്യിൽ തട്ടി വൈൻ ഗ്ലാസുകൾ താഴെയിടും. അവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ വൈൻ ഗ്ലാസ് വീണ സ്ഥലത്തേക്കായി. പക്ഷേ ഒരാൾ മാത്രം അങ്ങോട്ടേക്ക് നോക്കാതെ ക്യാരക്ടർ പിടിച്ചു നിൽക്കുന്നു. വാട്സണും സിംസയ്ക്കും റെനയെ ഏകദേശം മനസ്സിലായി. അപ്പോഴാണ് അയാളുടെ കയ്യിൽ നിന്നും സെബാസ്റ്റ്യൻ ഉപയോഗിക്കുന്ന സിഗരറ്റ് താഴേക്ക് വീണത്. വാട്സണും സിംസയും അലേർട്ടാവും. പോക്കറ്റിൽ നിന്നും തോക്കെടുക്കാൻ ശ്രമിച്ച റെനയെ സിംസ തടഞ്ഞിട്ട് പറഞ്ഞു, നീ ഇത് ഒരിക്കലും ചെയ്യരുത്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു റെനെ മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വെടിവെക്കാൻ ശ്രമിക്കും. അപ്പോൾ തന്നെ വാട്സൺ റെനയുടെ ദേഹത്തേക്ക് ചാടി വീഴും. അവിടെ നിന്ന് ഗാർഡുമാർ ഓടി വന്ന് റെനയെ പിടിക്കും. അവിടെ നിന്ന് കൊണ്ടുപോകും. പക്ഷേ പുറത്തു നിന്നൊരാൾ ഒരു പ്രത്യേക തരം സൂചി അയാളുടെ സ്റ്റിക്കിൽ സെറ്റ് ചെയ്യുന്നു. അത് സെബാസ്റ്റ്യൻ ആയിരുന്നു. റെനയെ ഗാർഡുമാർ പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ സെബാസ്റ്റ്യൻ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആ വിഷസൂചി റെനയ്ക്ക് നേരെ എയ്യും. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ റെനെ കുഴഞ്ഞു വീഴും. ഇത് കണ്ട വാട്സൺ കാലിൽ തറച്ച സൂചി വലിച്ചൂരി പരിശോധിച്ച ശേഷം പറഞ്ഞു, വിഷമുള്ളിൽ പോയിട്ടുണ്ട്, ജീവൻ രക്ഷിക്കുന്ന കാര്യം പാടാണ്. സിംസയുടെ കയ്യിൽ കിടന്ന് റെനെ മരിക്കും. വാട്സൺ നോക്കുമ്പോൾ സെബാസ്റ്റ്യൻ അവിടെ നിന്ന് പോകുന്നത് കാണും. വാട്സൺ ഉറപ്പായി ഈ കൊല ചെയ്തത് പ്രൊഫസർ പറഞ്ഞിട്ട് സെബാസ്റ്റ്യൻ തന്നെയാണ്. മുകളിൽ പ്രൊഫസറും ഷെർലക്കും. പ്രൊഫസർ ഷെർലക്കിനോട് ചോദിച്ചു, നീ നിന്റെ ചേട്ടൻ അയച്ച ടെലിഗ്രാഫ് മെസ്സേജ് എന്നെ സൂക്ഷിക്കണമെന്ന് കോണ്ടാക്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും അംബാസിഡർമാരോട് പറയണമെന്നല്ലേ? പക്ഷേ ഒരു രാജ്യവും എന്നെ തടയാത്തത് എന്തുകൊണ്ടാണ്? അത് നിനക്ക് വിചിത്രമായി തോന്നുന്നില്ലേ? സത്യത്തിൽ അവരും യുദ്ധത്തിനായി കാത്തിരിക്കുകയാണ്. ഞാൻ ആയുധങ്ങൾ ഉണ്ടാക്കി ഗോഡൌണിൽ നിറച്ചാൽ മാത്രം മതി. യുദ്ധത്തിനായി കാത്തിരിക്കുന്ന രാജ്യങ്ങൾ എന്നെ തേടി വരും. ഇതെല്ലാം കേട്ട് ഷെർലക് പറഞ്ഞു, താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല, പല വേഷങ്ങളിലായി ഞാൻ തന്റെ ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓസ്ലോയിൽ വെച്ചാണ് തന്റെ കയ്യിലെ ആ ചെറിയ ചുവന്ന നോട്ട്ബുക്ക് ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത്. പിന്നെ തന്റെ പല ക്ലാസ്സുകളിലും ആ ചെറിയ നോട്ട്ബുക്ക് ഞാൻ ശ്രദ്ധിച്ചു. താങ്കൾ പ്രാവിന് തീറ്റ കൊടുക്കാൻ പോയപ്പോഴാണ് ആ നോട്ട്ബുക്കിന്റെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. തന്റെ സാമ്രാജ്യത്തിന്റെ കണക്ക് കൂട്ടലുകൾ, അതിൽ നിന്ന് വരുന്ന ലാഭത്തിന്റെയും മറ്റും ഡീറ്റെയിൽസ്, ഇതെല്ലാമാണ് ആ ബുക്കിലുള്ളത്. പിന്നെ എങ്ങനെയും നിന്റെ കയ്യിൽ നിന്ന് ആ ബുക്ക് അടിച്ചെടുക്കണം എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കുറച്ചു ദിവസം മുന്നേ നിന്റെ ഗൺ ഫാക്ടറിയിൽ വെച്ച് കണ്ട അന്ന് നിന്റെ കയ്യിൽ നിന്നും ഞാൻ ആ ചുവന്ന നോട്ട്ബുക്ക് അടിച്ചു മാറ്റി പകരം അതേമാതിരിയുള്ള പുതിയൊരെണ്ണം വെച്ചു. പക്ഷേ ആ ബുക്കിലുള്ളതെല്ലാം കോഡ് ഭാഷയിലായിരുന്നു. നീ വിളിച്ചതനുസരിച്ച് നിന്നെ കാണാൻ ഞാൻ കോളേജിൽ വന്ന ദിവസം തന്റെ ടേബിളിന്റെ പുറത്ത് പൂന്തോട്ടം എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള ബുക്ക് ഞാൻ കണ്ടു. പക്ഷേ അതേ റൂമിലെ ജനാലയ്ക്കടുത്ത് വെള്ളം കിട്ടാതെ വാടിക്കരിഞ്ഞിരിക്കുന്ന ഒരു ചെടിയും. ആ വിരോധാഭാസം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ ബുക്കിന് എന്തൊക്കെയോ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമെന്ന്. അതിനാൽ അന്നേ ഞാൻ ആ ബുക്ക് അടിച്ചെടുത്തിരുന്നു. ഉടൻ തന്നെ പ്രൊഫസർ തന്റെ കയ്യിലെ ചുവന്ന നോട്ട്ബുക്ക് പരിശോധിക്കും. മറ്റൊരു നോട്ട്ബുക്കാണ് നിലവിൽ തന്റെ കയ്യിലുള്ളതെന്ന് പ്രൊഫസർക്ക് മനസ്സിലാകും. ഷെർലക് തുടർന്നു, തന്റെ ഒറിജിനൽ നോട്ട്ബുക്കും പൂന്തോട്ട സംരക്ഷണത്തിന്റെ ബുക്കും സിംസയുടെ സുഹൃത്ത് വഴി ഞാൻ ലണ്ടനിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെയുള്ള എന്റെ പോലീസ് സുഹൃത്തുക്കളും മേരിയും ചേർന്ന് യൂറോപ്പിലെ ഏറ്റവും ഭീകരനായ കുറ്റവാളിയുടെ ബാങ്ക് ഡീറ്റെയിൽസും പാസ്വേഡുമെല്ലാം പൂന്തോട്ട ബുക്കിന്റെ സഹായത്തോടെ ഡീകോഡ് ചെയ്ത് മുഴുവൻ പണവും അടിച്ചെടുത്ത് യുദ്ധം മൂലം വിധവകളും അനാഥരും
വിധേയമാകേണ്ടി വന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടിലേക്ക് കൊടുത്തു. നീ പലരെയും കൊന്നു നേടിയ പണം അവരുടെ കുടുംബങ്ങളിലേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചെത്തിച്ചു. പ്രൊഫസറുടെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കും. അയാൾ അത് കൺട്രോൾ ചെയ്ത് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഷെർലക്കിന്റെ അടുത്തെത്തി. ഷെർലക്കിന് ഒരു സിഗരറ്റ് പൈപ്പ് കത്തിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആദ്യം നീ, പിന്നെ നിന്റെ കൂട്ടുകാരൻ ഡോക്ടർ വാട്സൺ. അവനെ വളരെ ക്രിയാത്മകമായി മാത്രമേ കൊല്ലുകയുള്ളൂ. അതിനുശേഷം അവന്റെ ഭാര്യ മേരി. ഷെർലക്ക് മനസ്സിൽ കരുതും, എന്റെ തോളലിന് പരിക്കുള്ളതിനാൽ ബോക്സിംഗ് ചാമ്പ്യനായ പ്രൊഫസറെ തല്ലി തോൽപ്പിക്കാൻ കഴിയില്ല. ഇവിടെ തോറ്റു കഴിഞ്ഞാൽ പ്രൊഫസർ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ ജീവന് ആപത്താകും. അതുകൊണ്ട് ഷെർലക്ക് ആ സിഗരറ്റ് പൈപ്പിലേക്ക് ഊതും. അതിലെ തീപ്പൊരി ചിതറിയ ടൈമിൽ പ്രൊഫസറെ സകല ശക്തിയുമെടുത്ത് വട്ടം ചേർത്ത് പിടിക്കും. പ്രൊഫസർക്ക് അനങ്ങാൻ പറ്റാത്ത രീതിക്കാക്കും. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വാട്സൺ കയറി വരും. വാട്സന് എന്തേലും ചെയ്യാൻ പറ്റുന്നതിന് മുൻപ് തന്നെ ഷെർലക്ക് അടുത്ത് കിടന്ന ടേബിളിൽ ചവിട്ടി പിന്നിലേക്ക് മറിയും. ഷെർലക്കും പ്രൊഫസറും ആ ബാൽക്കണിയിൽ നിന്നും താഴെയുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് വീഴും. ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായി വാട്സൺ വിഷമിച്ചു നിൽക്കും. അടുത്ത ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തുമെങ്കിലും ഷെർലക്കിന്റെയും പ്രൊഫസറുടെയും ബോഡി കിട്ടില്ല. എങ്കിലും ഷെർലക്കിന് വേണ്ടിയുള്ള പ്രയർ ചർച്ചിൽ നടത്തും. തുടക്കത്തിൽ ഡോക്ടർ വാട്സൺ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഷെർലക്കിന്റെ ഈ കഥയാണ്. മേരി വാട്സന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഒരു ബോക്സ് കൊറിയർ വന്നിട്ടുണ്ട്. വാട്സനും മേരിയും എങ്ങോട്ടേക്കോ ഉള്ള യാത്രയുടെ തയ്യാറെടുപ്പിലാണ്. വാട്സൺ ദ എൻഡ് എന്ന് ടൈപ്പ് ചെയ്തത് കണ്ട മേരി പറഞ്ഞു, സത്യത്തിൽ ഞാനിപ്പോൾ ഷെർലക്കിനെ മിസ് ചെയ്യുന്നു. വാട്സൺ പറഞ്ഞു, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് അവൻ. അവനിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കാതെ തന്നെ നമ്മൾക്കൊപ്പം വരുമായിരുന്നു. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനായി മേരിയെ പറഞ്ഞയച്ച ശേഷം വാട്സൺ വന്ന പാക്കറ്റ് ഓപ്പൺ ചെയ്യും. ആ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു പ്രത്യേകതരം ഡിവൈസ്. വാട്സന് മനസ്സിലായി ഷെർലക്ക് ജീവനോടെ ഉണ്ടെന്ന്. കാരണം ഇവർ പ്രൊഫസറുടെ ഗൺ ഫാക്ടറിയിൽ നിന്നും രക്ഷപ്പെട്ട് ചേട്ടൻ മൈൻക്രാഫ്റ്റിന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു ഈ ഡിവൈസ് ഉണ്ടായിരുന്നത്. അദ്ദേഹം കണ്ടുപിടിച്ച ഒരു മിനി ഓക്സിജൻ സിലിണ്ടർ ആയിരുന്നു ഇത്. വാട്സന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ടാകും. വാട്സൺ ആരാണ് ഈ പാഴ്സൽ കൊണ്ടുവന്നതെന്നറിയാൻ മേരിയുടെ അടുത്തേക്ക് പോകും. പക്ഷേ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന കസേരയിൽ ഷെർലക്ക് ഇരിപ്പുണ്ടായിരുന്നു. ആ കസേരയുടെ അതേ ക്ലോത്ത് വെച്ചുണ്ടാക്കിയ ഡ്രസ്സും ധരിച്ച് ഷെർലക്ക് വന്ന് വാട്സൺ എന്താണ് ടൈപ്പ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കും. ദി എൻഡ് എന്ന് കാണുമ്പോൾ അവിടെ ഒരു ചോദ്യചിഹ്നം കൂടെ ഷെർലക്ക് കൂട്ടിച്ചേർക്കും. ഇവിടെ വെച്ച് ഈ കഥ അവസാനിക്കും.